സുഹൃത്തുക്കളെ, അപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ മെയിൻ്റനൻസ് വർക്ക് അധികം പെൻഡിങ് കിടന്ന ഞായറാഴ്ച ദിവസങ്ങളാണ് കേട്ടോ. കാരണം ബാക്കിയുള്ള ദിവസങ്ങൾ എനിക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതിൽ പൊതുവെ എല്ലാവർക്കും ഫസ്റ്റത്തെ 2-3 നോമ്പ് നല്ല രീതിക്ക് ക്ഷീണം ഉണ്ടാകും. കാരണം ഒന്നാമത് നല്ല രീതിക്കുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷീണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് വർക്ക് അധികം എടുത്തില്ല. 2 മെയിൻ്റനൻസ് വർക്കാണ്. അത് തന്നെ ഏകദേശം കഴിഞ്ഞപ്പോൾ 2 മണിയായിട്ടോ. അപ്പോൾ ഈ കാണുന്ന ബോൾ വാൾവ് കംപ്ലൈൻ്റ് ആണ്. വെള്ളം വരാത്ത കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാൾവ് പോയി ഷോപ്പിൽ പോയി വാങ്ങിക്കൊടുന്നു. അപ്പോൾ അതെല്ലാം കറക്റ്റായി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ട്വിസ്റ്റ് വന്നത്. കാരണം ഫിറ്റിങ് കഴിഞ്ഞപ്പോൾ പോരാൻ നിൽക്കുന്ന നേരത്ത് വാൾവ് തിരിച്ചു നോക്കിക്കുമ്പോൾ അതിൽ കൂടി വെള്ളം വാൾവിൻ്റെ മുകളിൽ കൂടി വരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മടങ്ങി നോക്കിയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓറിംഗ് വാഷറിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ അത് അധികം മല്ലിക്കട്ട നിന്നില്ല, നേരെ അത് മുറിച്ചെടുത്ത് ഷോപ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ഷോപ്പിൽ നിന്ന് അവർ പെട്ടെന്ന് മാറ്റി തന്നു. പക്ഷേ നമുക്ക് എടുക്കുന്ന ടൈം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ തന്നെ സഹിക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാം ക്ലിയർ ആക്കി കൊടുത്ത് വാൾവ് സെറ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ ഒരു വാഷർ മാറ്റാണ്ടായിരുന്നു, ടാപ്പും ഫിറ്റ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 500 റുപ്യാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കസ്റ്റമർ 200 റുപ്യ കൂടി കൂട്ടി തന്നു കേട്ടോ. മൊത്തം 700 റുപ്യ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പിയായി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം.